ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് നമ്മൾ വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ വിഷയം പഠിക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഒരു പുസ്തകമുണ്ട്. ഒരു കോഡ് ബുക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ് ബുക്കാണ്. നിങ്ങളെ ഭാവി കരിയറിലും ആവശ്യമുള്ള ഒരു റെഫറൻസ് കോഡ് ബുക്കാണ്. ദാറ്റ് ഈസ് IS 456-2000. ഈ വിഷയം നമ്മൾ പഠിക്കുന്നത് ഓൺ ദി ബേസിസ് ഓഫ് IS 456-2000 വെച്ചിട്ടാണ്. അപ്പോൾ ഈ IS 456-2000 എന്നുള്ള കോഡ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്. അതിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ IS 456 നമ്മൾ എത്ര ഫെമിലർ ആയോ അത്രയും നമുക്ക് എന്താവും, ഈ വിഷയം എളുപ്പമാവും. അതുപോലെ തന്നെ കുറേ തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് യൂണിവേഴ്സിറ്റിക്കുള്ള കുറേ തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് IS കോഡിൽ നിന്ന് എടുത്തെഴുതാം. കാരണം ഈ IS കോഡ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ അലൗഡാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, അടുത്ത ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ ഒരു IS കോഡിൻ്റെ PDF കോപ്പി നിങ്ങൾ ഫോണിൽ കരുതുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ മുതൽ തന്നെ ഒന്ന് IS കോഡ് വായിച്ചു തുടങ്ങാം. ഇനി നമ്മളെ വിഷയത്തിലോട്ട് പോവാം. പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ്. ദ യൂണിറ്റ് വെയ്റ്റ് ഓഫ് പ്ലെയിൻ concrete and reinforced cement concrete made with sand, gravel of crushed natural stone aggregate may be taken as 24 kilonewton per meter cube and 25 kilonewton per meter cube. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, for PCC the unit weight of concrete is 24 kilonewton per meter cube. PCCയിൽ അതിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ് എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? ഇറ്റ് ഈസ് 24 kilonewton per meter cube and for RCC it is 25 kilonewton per meter cube. ഇനി നെക്സ്റ്റ് കംപ്രസീവ് സ്ട്രെങ്ത്. എന്താണ് കംപ്രസീവ് സ്ട്രെങ്ത്? കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര കംപ്രസീവ് സ്ട്രെസ് അതിന് ബിയർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഫെയിലിയർ. മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബിയർ ബിഫോർ ദി ഫെയിലിയർ. അതാണ് എന്ത് പറയുന്നത്, കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ പ്രൈമറിലി ഓൺ ഏജിനെ ഡിപ്പെൻഡൻ്റ് ആണ്. As age increases, the compressive strength of concrete also increases. അതുപോലെ തന്നെ സിമെൻറ്റ് കണ്ടൻറ്റ്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ, ഇതിനെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വേർഡ്, കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയാറില്ല നമ്മൾ,
ഇറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്നാണ് പറയാറ്, അല്ലെങ്കിൽ വെറും ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയും. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഈസ് ഡിഫൈൻഡ് ആസ് the strength of the concrete below which not more than 5% of the test result are expected to form. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കോൺക്രീറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 28 ഡേ സ്ട്രെങ്ത്താണ് നമ്മൾ എടുക്കാറുള്ളത്. കോൺക്രീറ്റിൻ്റെ 28 ഡേ കംപ്രസീവ് സ്ട്രെങ്ത്താണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എടുക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സാമ്പിൾസ് ടെസ്റ്റ് ചെയ്തെടുത്തു. ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബിൽ നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 150 മില്ലിമീറ്റർ ക്യൂബ് വെച്ചിട്ടാണ്, ക്യൂബ് സ്ട്രെങ്ത് എന്നാണ് പറയാറ്. 150 മില്ലിമീറ്ററിൻ്റെ ക്യൂബ് ആയിട്ടാണ് എന്ത് ചെയ്യാറ്, നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് എല്ലാം ടെസ്റ്റ് ചെയ്യാറ്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ 28 ഡേ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് സാമ്പിളിൽ 95% എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുള്ള കംപ്രസീവ് സ്ട്രെങ്ത്തിൽ അതോ അതിൽ കൂടുതലോ ആയിരിക്കും. 5% കുറവ് ടെസ്റ്റ് സാമ്പിൾസ് മാത്രമേ എന്തുണ്ടാവാൻ പാടുള്ളൂ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കംപ്രസീവ് സ്ട്രെങ്ത്തിന് താഴെ ആവാൻ പാടുള്ളൂ. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്ത് 25 Nm/mm² ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 100 സാമ്പിൾ എടുത്താൽ 95 സാമ്പിൾസ് എന്തായിരിക്കണം, 95ഓ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സാമ്പിൾസ് അതിൻ്റെ സ്ട്രെങ്ത്ത് 25ഓ അതിൽ കൂടുതലോ ആയിരിക്കണം. 5% താഴെ സാമ്പിൾസ് മാത്രം എന്താവാൻ പാടുള്ളൂ, 25 Nm/mm² താഴെയാവാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിൽ ഓർത്തിരിക്കേണ്ടത് 5% മാത്രം അതിൽ ഫെയിലിയർ സംഭവിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡൺ ഫോർ 28 ഡേ കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആർ ബേസ്ഡ് ഓൺ സ്ട്രെങ്ത് അറ്റ് 28 ഡേയ്സ്. ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ 28 ഡേയ്സ്, 28 ഡേയ്സിൻ്റെ സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് അറ്റ് 7 days ഈസ് അബൌട്ട് 2/3 ഓഫ് ദാറ്റ് ഓഫ് 28 ഡേയ്സ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ 7 ഡേ സ്ട്രെങ്ത്, 3 ഡേ സ്ട്രെങ്ത്, 1 ഡേ സ്ട്രെങ്ത് ഉണ്ട്, 3 ഡേ സ്ട്രെങ്ത് ഉണ്ട്, 7 ഡേ സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ 28 ഡേ സ്ട്രെങ്ത് ഉണ്ട്. 7 ഡേ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 2/3 ഓഫ് 28 ഡേ സ്ട്രെങ്ത് ആണ്. ഒരു 65 to 70% ഓഫ് 7 ഡേ സ്ട്രെങ്ത് ആണ് എന്ത്, അല്ല 28 ഡേ സ്ട്രെങ്ത് ആണ് 7 ഡേ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ആൻഡ് ജനറലി ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് സ്ട്രെങ്ത് ലൈക്ലി ടു ബി ഒബ്റ്റൈൻഡ്. അപ്പോൾ 7 ഡേ സ്ട്രെങ്ത്തും എടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടുന്നതാണ്, ഇതിൻ്റെ സ്ട്രെങ്ത്ത് എത്ര വരുന്നത്. നിങ്ങൾ കംപ്രസീവ് സ്ട്രെങ്ത്തിൽ ഓർത്ത് വെക്കേണ്ടത്, കംപ്രസീവ് സ്ട്രെങ്ത്ത് കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്.
ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് ഫോർ 28 ഡേയ്സ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ഡെഫിനീഷന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ 7 ഡേ കംപ്രസീവ് സ്ട്രെങ്ത് ഇറ്റ് ഈസ് 2/3 ഓഫ് 28 ഡേ കംപ്രസീവ് സ്ട്രെങ്ത്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ്, ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത് വിത്ത് ഏജ്. ദർ ഈസ് നോർമലി ഗെയിൻ ഓഫ് സ്ട്രെങ്ത് ബിയോണ്ട് 28 ഡേയ്സ്. ഒരു 98% സ്ട്രെങ്ത്തും 28 ഡേ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോൺക്രീറ്റ് അറ്റൈൻ ചെയ്യുന്നുണ്ട്. പിന്നെയും എന്ത് സംഭവിക്കുന്നുണ്ട്, കോൺക്രീറ്റിൽ 28 ദിവസം കഴിഞ്ഞാലും, ക്യൂറിങ്ങിൻ്റെ 28 ദിവസം ക്യൂറിങ് കഴിഞ്ഞാലും അതിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് ഇൻക്രീസിങ് വിത്ത് ദി ഏജ് ഓഫ് കോൺക്രീറ്റ്. വളരെ ചെറിയ രീതിയിലാണ് സംഭവിക്കുന്നുള്ളൂ. The quantum of increase depend upon the grade and type of cement, curing and environmental condition. എത്ര കണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്രേഡ് ഓഫ് സിമെൻറ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ക്യൂറിങ് ചെയ്തിട്ടുള്ളത് ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ദ ഫ്ലെക്ഷറൽ ആൻഡ് സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. കോൺക്രീറ്റിൻ്റെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ടെൻസൈൽ സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്ലെക്ഷറൽ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കാറ്. ഓഫ് ഓർ വേരിയസ് കോൺക്രീറ്റ് ആർ ഗിവൺ ഇൻ IS 516/1959 and IS 5816 1970 respectively. When the designer wishes to use an estimate of tensile strength from the compressive strength, the following formula can be used. അപ്പോൾ നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഫ്ലെക്ഷറൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്തൊക്കെയാണ് പറയാറ്. അപ്പോൾ ഫ്ലെക്ഷറൽ സ്ട്രെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ദർ ഇസ് എൻ ഇക്വേഷൻ യൂസിങ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഫ്ലെക്ഷറൽ സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് എന്താണ്, ഫ്ലെക്ഷറൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്ലെക്ഷറൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.7 √FCK Newton/mm². ആണ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് നമ്മൾ പറയാറ് ഫ്ലെക്ഷറൽ ഓർ സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ടാണ്. അത് കണ്ടുപിടിക്കൽ ഇൻ ടേംസ് ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു അതിന് നമ്മൾ കോഡിൽ തന്നിട്ടുള്ള ഇക്വേഷനാണ് FCR എന്ന് പറഞ്ഞാൽ ഫ്ലെക്ഷറൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈക്വൽ ടു 0.7 √FCK Newton/mm². അതും നിങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. The modulus of elasticity is primarily influenced by elastic properties of aggregate and to lesser extent on the condition of curing and age of concrete. അപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് പ്രൈമർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് അഗ്രിഗേറ്റ്. അഗ്രിഗേറ്റിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മേജറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം അതാണ്. ആൻഡ് ഇൻ ലെസർ എക്സ്റ്റെൻറ്റ് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ക്യൂറിങ് ആൻഡ് ഏജ് ഓഫ് ദി കോൺക്രീറ്റ്, മിക്സ് പ്രൊപ്പോർഷൻ ആൻഡ് ടൈപ്പ് ഓഫ് സിമെൻറ്റ്. മേജർ എക്സ്റ്റെൻറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞാൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് ആണ് മേജറായിട്ട്. ലെസർ എക്സ്റ്റെൻറ്റിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻഷ്യലായിട്ട് വരുന്നുണ്ട്. The modulus of elasticity is normally related to compressive characteristic strength of concrete. Ni modulus of elasticity of concrete related to FCK, that is characteristic compressive strength of concrete, as EC equal to 5000 √FCK Newton/mm². ആണ്. FCK എന്ന് പറഞ്ഞാൽ it is characteristic compressive strength of concrete
ഇൻ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഇ സി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം സ്റ്റാറ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. നെക്സ്റ്റ് ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താ? ചുരുങ്ങൽ. അപ്പോൾ ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം ഡിപ്പെൻഡൻറ്റ് ഡിഫോർമേഷൻ. ടൈം ഡിപ്പെൻഡൻറ്റ് ഡിഫോർമേഷൻ ആണെന്ന് ഷ്രിങ്കേജ്. ഇറ്റ് ഈസ് ജനറലി കംപ്രസീവ് ഇൻ നേച്ചർ. കംപ്രസീവ് നേച്ചറിലാണ് വരാറുള്ളത്. ദ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് കോൺക്രീറ്റ്, size of members and environmental conditions are factors on which total shrinkage of concrete depends. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഷ്രിങ്കേജ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കോൺക്രീറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൻസ്, മെമ്പർ ഓഫ് സൈസിൻ്റെ മെമ്പറിൻ്റെ സൈസ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. ഈ കാര്യങ്ങളാണ് ഷ്രിങ്കേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഹൗവർ the total shrinkage of concrete is most influenced by the total amount of water present in the concrete at the time of mixing for a given humidity and temperature. നമ്മൾ മിക്സിങ്ങിൻ്റെ സമയത്ത് എത്ര വാട്ടർ ആഡ് ചെയ്തോ അതിനനുസരിച്ച് എന്ത് വരും? ടോട്ടൽ ഷ്രിങ്കേജ് കൂടും. മിക്സിങ്ങിൽ വാട്ടർ കൂടിയാൽ ഷ്രിങ്കേജ് കൂടും. ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ചുരുങ്ങുന്ന വോളിയം റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിക്സിങ്ങിൻ്റെ സമയത്ത് എത്ര വാട്ടർ ഉണ്ടോ അതിനെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ടോട്ടൽ ഷ്രിങ്കേജ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ദി സിമെൻറ്റ് കണ്ടൻറ്റ് ഹവർ ഇൻഫ്ലുവൻസ് ദി ടോട്ടൽ ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് ടു എ ലെക്സർ എക്സ്റ്റെൻറ്റ്. സിമെൻറ്റ് കണ്ടൻറ്റ് കുറച്ചേ എന്ത് ചെയ്യുന്നുള്ളൂ? ടോട്ടൽ ഷ്രിങ്കേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. മേജറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ അറ്റ് ദി ടൈം ഓഫ് മിക്സിങ്. ഇനി അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഷ്രിങ്കേജ് സ്ട്രെയിൻ ഫോർ ഡിസൈൻ ഈസ് ടേക്കൺ ആസ്. നമുക്കൊരു വാല്യൂസും തന്നിട്ടില്ലെങ്കിൽ ഷ്രിങ്കേജ് സ്ട്രെയിൻ എടുക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.0003 in the absence of that. ഡാറ്റ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഷ്രിങ്കേജ് സ്ട്രെയിൻ എടുക്കേണ്ടത് ഇറ്റ് ഈസ് 0.0003. ഇനി നെക്സ്റ്റ് ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അനദർ ടൈം ഡിപ്പെൻഡൻറ്റ് ഡിഫോർമേഷൻ ആണ്. by which it continues to deform, usually under compressive stress. അപ്പോൾ ഒരു സസ്റ്റെയിൻഡ് ലോഡ്, ഒരു പെർമനൻറ്റ് ലോഡ് കൊണ്ടുണ്ടാവുന്ന ഡിഫോർമേഷനാണ് എന്ത് പറയുന്നത്? ക്രീപ്പ് എന്ന് പറയുന്നത്. ദ ക്രീപ്പ് സ്ട്രെയിൻസ് റിക്കവേഴ്സ് പാർട്ട്ലി വെൻ ദി സ്ട്രെസ്സസ് ആർ റിലീസ്ഡ്. ആ സ്ട്രെസ്സസ് നമ്മൾ റിലീസ് ചെയ്താൽ ക്രീപ്പ് സ്ട്രെയിന് ഫുള്ളായിട്ട് റിലീവ് ചെയ്യാറില്ല, പാർട്ട്ലി ആയിട്ട് എന്ത് ചെയ്യാറുള്ളൂ? റിക്കവർ ചെയ്യാറുള്ളൂ. ക്രീപ്പ് റിക്കവറി ഇൻ 2 പാർട്സ്. ക്രീപ്പ് റിക്കവർ ചെയ്യുന്ന 2 പാർട്സ് ആയിട്ടാണ്. ഇലാസ്റ്റിക് റിക്കവറി. ഫസ്റ്റ് വൺ ഈസ് ഇലാസ്റ്റിക് റിക്കവറി, ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നതാണ് ഇലാസ്റ്റിക് റിക്കവറി. നെക്സ്റ്റ് വൺ ഈസ് ക്രീപ്പ് റിക്കവറി, ഇറ്റ് ഈസ് സ്ലോ ഇൻ നേച്ചർ. മെല്ലെ മെല്ലെ റിക്കവർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ക്രീപ്പ് റിക്കവറി എന്ന് പറയുന്നത്. അപ്പോൾ ക്രീപ്പിൽ 2 റിക്കവറിയാണ്. ഇലാസ്റ്റിക് റിക്കവറി വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്, creep recovery which is slow in pace. It is seen that the value of creep coefficient, denote ചെയ്യുന്നത് തീറ്റ വെച്ചിട്ടാണ്, is reducing with the age of concrete. Creep coefficient is reducing with the age of concrete. It may also be noted that ultimate creep strain does not include the short time strain epsilon c.
The creep of concrete is influenced by properties of concrete, water cement ratio, humidity and temperature of curing, humidity during the period of use, age of concrete at first loading, magnitude of stress and its duration, സർഫസ് വോളിയം റേഷ്യോ ഓഫ് ദി മെമ്പർ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ക്രീപ്പ് കോഎഫിഷ്യൻ്റ്, നമ്മൾ നേരത്തെ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിരുന്നു. ക്രീപ്പ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എപ്സിലോൺ സി ആർ ബൈ എപ്സിലോൺ സി. എപ്സിലോൺ സി ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ആണ്. എപ്സിലോൺ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഷോർട്ട് ടൈം ക്രീപ്പ് സ്ട്രെയിൻ ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ആണെന്ത്, ക്രീപ്പ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രീപ്പിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ പോയിൻറ്റ്സ് ആണ്. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. ടൈം ഡിപ്പെൻഡൻറ്റ് ഡിഫോർമേഷൻ ബൈ എ പെർമനൻറ്റ് ലോഡിങ്. പെർമനൻറ്റ് ലോഡിങ് കൊണ്ടുണ്ടാകുന്ന ടൈം ഡിപ്പെൻഡൻറ്റ് ഡിഫോർമേഷൻ ആണെന്ന് പറയുന്നത് ക്രീപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസ് ടൈം ഓഫ് ലോഡിങ് ഇൻക്രീസസ്, ഏജ് ഓഫ് ലോഡിങ് ഇൻക്രീസസ്, ദ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ഡിക്രീസസ്. അപ്പോൾ ക്രീപ്പ് കോഎഫിഷ്യൻ്റിൻ്റെ ഇക്വേഷനും നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ്, തെർമൽ എക്സ്പാൻഷൻ ഓഫ് കോൺക്രീറ്റ്. Thermal expansion of concrete is important because we know that the concrete is prepared and it's remain in service at a wide range of temperature in different countries having very hot or cold climate. അപ്പോൾ കോൺക്രീറ്റിൻ്റെ സർവീസ് പീരീഡിൽ അത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലാണ് അത് പെർഫോം ചെയ്യേണ്ടത്. സമ്മറിൽ ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും, വിൻ്ററിൽ വളരെ കൂളായിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ക്ലൈമറ്റിക് കണ്ടീഷൻസിനെ നമ്മൾ കോൺക്രീറ്റ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെ ഈ കോൺക്രീറ്റ് ഇതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നു ഇത് മനസ്സിലാക്കാൻ വേണ്ടി വി ഷുഡ് ഹാവ് ദി നോളജ് ഓഫ് ദി തെർമൽ എക്സ്പാൻഷൻ ഓഫ് ദി കോൺക്രീറ്റ്. മോറോവർ, concrete will be having the effect of high temperature during fire. തീപിടുത്തത്തിൻ്റെ ഒക്കെ സമയത്ത്, വലിയ ചൂടുള്ള സമയത്ത് എങ്ങനെയാണ് കോൺക്രീറ്റ് ബിഹേവ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊരു വിവരം കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. The coefficient of thermal expansion depends upon the nature of cement. ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് സിമെൻറ്റ്, അഗ്രിഗേറ്റ്, സിമെൻറ്റ് കണ്ടൻറ്റ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻഡ് സൈസ് ഓഫ് ദി സെക്ഷൻ. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. IS 456 stipulates in clause 6.2.6 the values of coefficient of thermal expansion from concrete per degree Celsius for different type of aggregate. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ വാല്യൂസ് IS 456 ക്ലോസ് 6.26 പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്ത് നോക്കുക. ഇനി വർക്കബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഈസ് വിത്ത് വിച്ച് ഫ്രഷ് കോൺക്രീറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ആൻഡ് കോംപാക്റ്റഡ്. കോൺക്രീറ്റ് എത്ര ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമോ, കോമ്പാക്റ്റ് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ മെഷർമെൻറ്റിനാണ് എന്ത് പറയുന്നത്, വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്ക് എത്ര പെട്ടെന്ന് പ്ലേസ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാനും കോമ്പാക്റ്റ് ചെയ്യാൻ പറ്റിയാൽ അത് വളരെ വർക്കബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് എന്ന് പറയാം. ദ കോൺക്രീറ്റ് ഷുഡ് ഫ്ലോ readily into the forms and go around and cover the reinforcement. The mix should retain its consistency and the aggregate should not segregate. അപ്പോൾ കോൺക്രീറ്റ് എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ഫ്ലോ റെഡ്ലി ഇൻ ടു ദി ഫോംസ്. നമ്മൾ ഫോം വർക്കിലോട്ട് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലോ ചെയ്യും വേണം. നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റിനെല്ലാം അത് കവർ ചെയ്യണം. ഒരു കൺസിസ്റ്റൻസി, മിക്സിൻ്റെ കൺസിസ്റ്റൻസി അത് നിലനിർത്തും വേണം.
ഇനി എ മിക്സ് വിത്ത് ഹൈ വർക്കബിലിറ്റി ഈസ് നീഡഡ് ഓർ സെക്ഷൻ ഈസ് തിൻ സെക്ഷൻ ആണെങ്കിൽ നമുക്ക് നല്ല വർക്കബിലിറ്റി ആവശ്യമുണ്ട്. ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് കേസിൽ നമുക്ക് എന്താ ആവശ്യമുണ്ട്? ഹൈ വർക്കബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് ആവശ്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എന്നാൽ മാത്രമേ അത് വളരെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്ത് നമ്മൾ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ കവർ ചെയ്യുള്ളൂ. ദ മെയിൻ ഫാക്ടർ എഫക്റ്റിംഗ് വർക്കബിലിറ്റി ഈസ് വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദി മിക്സ്. വാട്ടർ കണ്ടൻറ്റ് കൂടിയാൽ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷേ നമ്മളെ സ്ട്രെങ്ത് വാട്ടർ കണ്ടൻറ്റ് കൂടിയാൽ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഒരു മീഡിയൻ ബിറ്റ്വീൻ ഒരു മീഡിയൻ വാട്ടർ കണ്ടൻ്റാണ് നമുക്ക് ആവശ്യം. നമുക്ക് ഒരു മീഡിയൻ വർക്കബിലിറ്റി ഉണ്ടാവും, ഒരു മീഡിയൻ കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ദ അഡ്മിക്സ്ചർ വിൽ ഇൻക്രീസ് ദ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പ്ലാസ്റ്റിസൈസേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് എല്ലാം. ഇതൊക്കെ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന അഡ്മിക്സ്ചറാണ്. ഈ അഡ്മിക്സ്ചർ യൂസ് ചെയ്താൽ ബട്ട് ഇറ്റ് റെഡ്യൂസ് ദി സ്ട്രെങ്ത്. നമുക്ക് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ സ്ട്രെങ്ത് കുറയാൻ സാധ്യതയുണ്ട്. ദ സൈസ് ഓഫ് അഗ്രിഗേറ്റ്സ്, ഇറ്റ്സ് ഗ്രേഡിംഗ്, ഷേപ്പ്, റേഷ്യോ ഓഫ് കോഴ്സ് ടു ഫൈൻ അഗ്രിഗേറ്റ്, ദ അഗ്രിഗേറ്റ് ടു സിമെൻറ്റ് റേഷ്യോ ആൾസോ അഫക്റ്റ് ദി വർക്കബിലിറ്റി ടു സം ഡിഗ്രി. വർക്കബിലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. സൈസ് ഓഫ് അഗ്രിഗേറ്റ് ഉണ്ട്, ഗ്രേഡിംഗ് ആൻഡ് ഷേപ്പ്, ഏത് ഷേപ്പാണ്. റൗണ്ട് ആണെങ്കിൽ കൂടുതൽ വർക്കബിൾ ആയിരിക്കും, കോൺ ഷേപ്പ്ഡ് ആണെങ്കിൽ വർക്കബിലിറ്റി കുറവായിരിക്കും. റേഷ്യോ ഓഫ് കോഴ്സ് ടു ഫൈൻ അഗ്രിഗേറ്റ് ടു സിമെൻറ്റ് റേഷ്യോ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വർക്കബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി വർക്കബിലിറ്റി കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകളാണ് സ്ലം ടെസ്റ്റ്, VP ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. ഈ ടെസ്റ്റുകളെല്ലാം നിങ്ങൾ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിശദമായിട്ട് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല, നിങ്ങളതൊന്ന് റെഫർ ചെയ്ത് നോക്കുക ഈ ടെസ്റ്റുകളെല്ലാം. ഇനി ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഡ്യൂറബിൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എ ഡ്യൂറബിൾ കോൺക്രീറ്റ് പെർഫോം സാറ്റിസ്ഫാക്ടറിലി ഇൻ ദി വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഡ്യൂറിങ് ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പോഷർ കണ്ടീഷൻ ഡ്യൂറിങ് സർവീസ് പീരീഡിൽ it should perform satisfactorily. അങ്ങനത്തെ കോൺക്രീറ്റിനാണ് എന്ന് പറയുന്നത് ഡ്യൂറബിൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഡ്യൂറബിൾ കോൺക്രീറ്റ് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ it should have no പെർമിബിലിറ്റി വളരെ കുറവായിരിക്കണം. and it is achieved by low free water cement ratio and complete compaction of concrete by adequate curing. അപ്പോൾ നമുക്ക് എങ്ങനെ ഡ്യൂറബിൾ കോൺക്രീറ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല കോമ്പാക്റ്റഡ് ആണ്, നല്ല ക്യൂറിങ് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ്, കറക്റ്റ് മിക്സിംഗ് ആണ്, അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽസ് എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഡ്യൂറബിളായിട്ടുള്ള കോൺക്രീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഡ്യൂറബിളായിട്ടുള്ള കോൺക്രീറ്റ് കിട്ടണമെങ്കിൽ we should have good quality of material, good quality of workmanship എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലേസിങ് മുതൽ ബാച്ച് മിക്സിങ് മുതൽ ക്യൂറിങ് വരെ ഇതെല്ലാം വളരെ ക്വാളിറ്റി ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു കോൺക്രീറ്റ്, ഡ്യൂറബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് നമുക്ക് നിർമ്മിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ യു ഹാവ് ടു റെഫർ ക്ലാസ് 8 ഓഫ് IS 456. അപ്പോൾ നിങ്ങൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് അല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് വളരെ ബ്രീഫായിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ വിശദമായിട്ട് ഇത് IS 456 2000 പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ IS 456 പറയുന്നുണ്ട്. നിങ്ങൾ കോഡ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു തുടങ്ങുക. നിങ്ങൾ എത്ര വായിക്കുന്നോ അത്രയും നിങ്ങൾ അതിന് ഫെമിലർ ആവും. എത്ര ഫെമിലർ ആവുന്നോ അത്രയും എളുപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നാളെ തന്നെ വായിച്ചു തുടങ്ങുക. പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് മുതൽ നിങ്ങൾ വായിച്ചു തുടങ്ങുക. ഫസ്റ്റ് വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ
അത് പിന്നെ നിങ്ങൾ വായിച്ച് തുടങ്ങുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നോട് ചോദിക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.